യുദ്ധം കാരണം ഗൾഫ് മേഖലയിലുണ്ടായ വിതരണ തടസ്സങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ 5000 ടൺ ആഹാര സാധനങ്ങൾ അയച്ചു. അരി, ഗോതമ്പ്, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ഇറാനിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇന്ത്യ വൈദ്യസഹായം അയച്ചു. ഇതിന്റെ ആദ്യ ഗഡു ഇറാനിയൻ റെഡ് ക്രസന്റിന് കൈമാറി. ജീവൻ രക്ഷാ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയടങ്ങുന്ന ആദ്യഘട്ട സഹായമാണ് ഇറാനിൽ എത്തിച്ചിരിക്കുന്നത്. യുദ്ധം മൂലം ഇറാനിലെ ആശുപത്രികളിൽ മരുന്നുകൾക്കും ചികിത്സാ സൗകര്യങ്ങൾക്കും കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ മാനുഷിക സഹായം നൽകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക വിമാനം വഴി ടെഹ്റാനിലെത്തിച്ച മരുന്നുകൾ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇറാനിയൻ റെഡ് ക്രസന്റ് അധികൃതർക്ക് കൈമാറി. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ 234 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മറ്റ് വലിയ പാർട്ടികളുമായി സഖ്യത്തിനില്ലെന്നും തനിച്ച് മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും വിജയ് വ്യക്തമാക്കി. ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രി പദം നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയ ചില മുന്നണികളുടെ നിർദ്ദേശം വിജയ് നിരസിച്ചതായാണ് പറയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഒരു മൂന്നാം ബദലായി ഉയർന്നു വരാനും പൂർണ്ണമായ ഭരണമാറ്റം കൊണ്ടുവരാനുമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനും പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള തിരക്കിലാണ് നിലവിൽ പാർട്ടി നേതൃത്വം. ഏപ്രിൽ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിനായി UDF സീറ്റ് വിഭജനം പൂർത്തിയാക്കി. കോൺഗ്രസ് 95 സീറ്റിലും മുസ്ലിം ലീഗ് 27 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 8 സീറ്റുകളിലും മത്സരിക്കും. RSP 5 സീറ്റുകൾ, മറ്റ് ഘടക കക്ഷികൾക്കായിട്ട് ബാക്കിയുള്ള സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നു. CMP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ചെറിയ കക്ഷികൾക്കായിട്ടാണ് ബാക്കിയുള്ള സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് K. സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനായി AICCയിൽ നിന്ന് അനുമതി വാങ്ങിയതായി പറയപ്പെടുന്നു.